Former Principal Secretary made a reference to appoint a person who was working at that time as Secretary to Consul General UAE to the Post Operations Manager or Junior Consultant Project for Space Park. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അല്ല, അതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെയ്ഡ് റെഫറൻസ് ടു അപ്പോയിന്റ്മെന്റ് പേഴ്സൺ. അതെ, അതിന്റെ കാര്യം കേരളത്തിന് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ഇപ്പോ റഹീമിനും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും. റഹീം ഇപ്പോഴും കുണ്ടന്നൂർ പാലത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ എണ്ണടിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്കുള്ള പ്രയാസമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു, അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു, സർക്കാരിനുമായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ റഹീം സംസാരിക്കുന്ന കേട്ടാ തോന്നുന്നത് നമ്മുടെ സ്വപ്ന സുരേഷിനെ നിയമിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്യു ഹോട്ടലിലെ കാഷ്യർ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് റഹീം ചോദിക്കുന്നത്. ഷാഫി, ജനങ്ങൾ കാണുന്നതല്ലേ? ജനങ്ങൾ ഇതൊക്കെ ക്യാമറ കണ്ണുകളിലൂടെയും ടിവികളിലൂടെയും മൊബൈലുകളുടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് ഷാഫിയോട് ആര് ചോദിക്കുന്നത്? റഹീം ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ബാബു ഇത്തരത്തിൽ കുറെ തെളിവുകൾ ഷാഫിക്കെതിരെ പുറത്തുവിട്ടിരുന്നു. ഇപ്പൊ ഇതാ റഹീമും തെളിവ് പുറത്തുവിടുകയാണ്. ഷാഫി എന്നു മുതലാണ് ഇവരുടെ കണ്ണിലെ കരടായത്? ഷാഫി ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഇവരുടെ കണ്ണിലെ കരടാണ്. അതിന് പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത്തരത്തിൽ റഹീമിനെയൊക്കെ വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിക്കുന്ന പ്രവണത ഒരു ഇച്ചിരി മാന്യതയോടൊക്കെ പെരുമാറണമെന്നാണ് റഹീമിന്റെ പക്ഷം. കാരണം ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിക്കുന്നത് ഒഴിവാക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഷാഫി ഇവരുടെ കണ്ണിലെ കരടായതുകൊണ്ടാണ് സുരേഷ് ബാബുവിന് അങ്ങനെ പറയേണ്ടി വന്നത്. സുരേഷ് ബാബു അങ്ങനെ പറഞ്ഞത് ആരും ഏറ്റെടുക്കാതിരുന്നത് അത് ഷാഫി പറമ്പിൽ ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരും നാറും, തൊട്ടവനും നാറും, കൊണ്ട് നടന്നവനും നാറും എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഏറ്റെടുത്തില്ല. AK ബാലനും NN കൃഷ്ണദാസും അവസാനം MP രാജേഷും ഒക്കെ അയ്യയ്യേ നല്ലതൊന്നും ചോദിക്കാനില്ലേ, ഇമാതിരി ചെറ്റത്തരങ്ങളൊക്കെ ആരാ പറയുന്നത് എന്നല്ല MP രാജേഷ് ചോദിച്ചത്. അപ്പോ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പിന്നെ അതിനപ്പുറം, ഇതിനൊക്കെ അപ്പുറം ഇവരെ ഏറ്റവും അധികം വിഷമിപ്പിച്ച സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് നടന്നത്. അന്ന് ഈ പറയുന്ന ഷാഫി പറമ്പിൽ, നിലവിൽ പാലക്കാട് നിന്നുള്ള MLA ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ, ആ ഷാഫി പറമ്പിൽ എന്ത് ചെയ്യുന്നു? പാലക്കാട്ട് നിന്ന് വണ്ടി കയറുന്നു വടകരയിലേക്ക് വണ്ടി കയറുന്നു എന്ന് മാത്രമല്ല, വടകരയിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടിയിരുന്ന KK ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ ടീച്ചറമ്മ, ആ ടീച്ചറമ്മയെ വാരി വലിച്ച് ഭിത്തിയിലൊട്ടിക്കുന്നു. അതിന് സമയമൊന്നും എടുത്തില്ല. വടകരയിലേക്ക് വണ്ടി വടകരയിൽ ഇറങ്ങിയ ആ ദിവസം തന്നെ അങ്ങ് വാരി വലിച്ച് ഭിത്തിയിലൊട്ടിച്ചു. ടീച്ചറമ്മ എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് വടകരക്കാർക്ക് പറഞ്ഞു കൊടുത്തു. ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ അമ്മയായിട്ടുള്ള അവരാണ് ടീച്ചറമ്മ എന്ന് വടകരക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അവിടെയും തീർന്നില്ല. വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇവർ എല്ലാവിധ കളികളും കളിച്ചു. അവസാനം നാറിയ കളികൾ കളിച്ചു. നാറിയത് എന്ന് പറഞ്ഞാൽ നെറികെട്ട കളികൾ, വർഗീയതയുടെ കാറിളക്കിക്കൊണ്ട് ആ ഷാഫിയെ നേരിടാൻ ഇവർ തയ്യാറായി. ബട്ട് അവിടെയും വിജയം ഷാഫിയുടെ കൂടെയായിരുന്നു. റിസൾട്ട് വന്നപ്പോഴ് പല രീതിയിൽ ഇവർ ശ്രമിച്ചു കേട്ടോ. എന്തിനധികം കേരളത്തിലെ മാധ്യമങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വടകരയിൽ ശൈലജ ടീച്ചർക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി സർവേ ഫലങ്ങൾ പുറത്തുവിട്ടു. എന്തൊക്കെ പുറത്തുവിട്ട് നോക്കിയിട്ടും അവസാനം പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണിയപ്പോ ടീച്ചർ 8 നിലയിൽ പൊട്ടി. പിന്നെ പറയേണ്ടതില്ലല്ലോ. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവിന്റെ തേരോട്ടമായിരുന്നു. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഷാഫിയെ സ്വീകരിച്ചു, കയ്യും നീട്ടി സ്വീകരിച്ചു. കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരായി, വീട്ടമ്മമാർക്കും കുടുംബങ്ങൾക്കും, കുടുംബനാഥനടക്കം ഷാഫി വളരെ പ്രിയപ്പെട്ടവനായി. അമ്പലത്തിന്റെ ഉത്സവങ്ങളിൽ, കല്യാണ വീടുകളിൽ, മരണ വീടുകളിൽ, അങ്ങനെ വടകരയുടെ മണ്ണിൽ ഷാഫി അങ്ങനെ തേരോട്ടം തെളിയിക്കുമ്പോൾ ഇവർക്കിത് സഹിക്കാൻ കഴിയുമോ? ഈ റഹീം ഷാഫിയെ കുറിച്ച് വടകരയിൽ പോയി പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഈ റഹീമിനെ കാണുമ്പോൾ എനിക്ക് സംഭവം നമുക്ക് ചെറിയ ഒരു ദേഷ്യമൊക്കെ തോന്നുമല്ലോ.
ഈ നമ്മളെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ അതല്ലാത്തതോ ആയിട്ടുള്ള നമ്മുടെ ശത്രുക്കളെ കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം തോന്നും. ബട്ട് റഹീമിനെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരിയാ വരാറുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. റഹീം രാജ്യസഭ MP ആണ്, അതറിയാലോ. അതെങ്ങനെയാ? റഹീം ജീവിതകാലം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രാജ്യസഭ MP ആകില്ല റഹീം. അങ്ങനത്തെ റഹീം പിൻവാതിലൂടെ രാജ്യസഭ MP ആയ റഹീം രാജ്യസഭയിൽ പ്രസംഗിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ കേട്ടിട്ടുള്ള ഒരു ഓർമ്മ മനസ്സിലുള്ളത് കൊണ്ട് റഹീമിനെ എവിടെ കണ്ടാലും ചിരി വരും. കാരണം ഇയാളൊരു കോമാളിയായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതിനുശേഷം ഈ രാജ്യസഭയിലെ പ്രസംഗം മാത്രമല്ല കേട്ടോ ഇയാളെ കോമാളിയായിട്ട് ഓർമ്മയിലേക്ക് റഹീം എന്ന് പറയുമ്പോഴേക്ക് ഓർമ്മയിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് രാജ്യസഭയിലെ പ്രസംഗങ്ങൾ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും അതിന് മുൻപും ഒക്കെ. ഇപ്പോൾ നമ്മൾ പുതുപ്പള്ളിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. അവിടെ ചാണ്ടി ഉമ്മനും ജെയ്സി തോമസും തമ്മിലായിരുന്നു മത്സരം. ആ ജെയ്സി തോമസിന് വേണ്ടി ഈ പറയുന്ന റഹീം അവിടെ വന്നിട്ട് വീരവാദം വെല്ലുവിളിക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പെട്ടി പൊട്ടിച്ച് എഴുതി നോക്കുമ്പോൾ അവിടെ ചാണ്ടി ഉമ്മനെ ഉണ്ടായിരുന്നുള്ളൂ. തൃക്കാക്കരയിലും അത് തന്നെയായിരുന്നു. ആ ഡോക്ടർ ജോ ജോസഫിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉമാ തോമസിനെതിരെ എഴുതി വെച്ചോ നിങ്ങൾ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് പറയുന്ന റഹീമിനെ ഓർക്കുന്നു. അവിടെയും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അവിടെ ഷാഫിയെ പൂട്ടാൻ വേണ്ടി പെട്ടി പൊട്ടിക്കാനും പെട്ടി ഉണ്ടാക്കിയതും നീലപ്പെട്ടി ഉണ്ടാക്കിയതും ഒക്കെ ഈ റഹീമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഹീം എവിടെ പോയാലും ഒരു ഭൂലോക തോൽവിയാകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിപ്പോ അവസാനം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കോമാളി ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തി തൻ്റെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന വ്യക്തികളെ ഇങ്ങനെ നമ്മൾ പലപ്പോഴും കണ്ടു. പൊളിറ്റിക്കൽ പോയിസൺ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? വടകരയിൽ ഈ പറയുന്ന റഹീം പറഞ്ഞതാണ് പൊളിറ്റിക്കൽ പോയിസൺ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? പൊളിറ്റിക്കൽ പോയിസൺ. അപ്പൊ ഇയാളൊക്കെ എന്ത് വിളിക്കണം? ഈ റഹീമിനൊക്കെ എന്താ വിളിക്കേണ്ടത്? പൊളിറ്റിക്കൽ പോയിസൺ എന്ന് അയാളെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് വിളിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക ഈ റഹീമിനെ വിളിക്കാൻ എന്താണ് ഒരു പേര്. പൊളിറ്റിക്കൽ പോയിസൺ എന്ന് അവൻ ഷാഫിയെ വിളിക്കുന്നുണ്ടെങ്കിൽ റഹീമിനെ നമ്മൾ പേരിട്ട് വിളിക്കാൻ ഒരു നിഘണ്ടുവിൽ ഡിക്ഷണറിയിൽ ഒരു പുതിയ വാക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇതൊക്കെ തന്നെയാണ് ഷാഫി ഇവരുടെ കണ്ണിലെ കരടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഷാഫി മാത്രമല്ല കേട്ടോ, ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉന്നം വെച്ചപ്പോഴും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ രാഹുൽ ആയിരുന്നില്ല. രാഹുലിനെ വീഴ്ത്തുക വഴി ഇവരുടെ ലക്ഷ്യം വീഴ്ത്താൻ ഷാഫി പറമ്പിലിനെ വീഴ്ത്തണം എന്നുള്ളതായിരുന്നു. ബട്ട് നടന്നില്ല. അത് നടന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ പാലക്കാട് എത്തുന്നു, അതിന്റെ പിറ്റേ ദിവസം ഷാഫി പാലക്കാട് എത്തുന്നു. പിന്നെ എന്ത് ചെയ്യാനാ? ഹാലിളകി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ പറയുന്ന സുരേഷ് ബാബു എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ നോക്കി. വിളിച്ചു പറഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും സുരേഷ് ബാബുവിന് വീണ്ടും മാധ്യമങ്ങളെ കാണേണ്ടി വന്നു മാറ്റി പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് അവസ്ഥ. ഷാഫിയൊക്കെ തൊട്ട് കഴിഞ്ഞാല് ഷാഫിക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ അധിക്ഷേപങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹം അതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാനെന്ത് പറയാനാ?